ശാന്തി 8-12-24 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 13-2-2003 മധുബൻ. വർത്തമാന സമയത്ത് തൻ്റെ ദയാമനസ്കതയുടെയും ദാതാവിൻ്റെയും സ്വരൂപം പ്രത്യക്ഷമാക്കൂ. ഇന്ന് വരദാതാവായ ബാബ തൻ്റെ ജ്ഞാനദാതാവും ശക്തിദാതാവും ഗുണദാതാവും പരമാത്മാ സന്ദേശവാഹകരുമായ കുട്ടികളെ നോക്കുകയാണ്. ഓരോ കുട്ടിയും മാസ്റ്റർ ദാതാവായി ആത്മാക്കളെ ബാബയ്ക്ക് സമീപം കൊണ്ടുവരുന്നതിനായി ഹൃദയപൂർവ്വം പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശ്വത്തിൽ അനേകം പ്രകാരത്തിലുള്ള ആത്മാക്കളുണ്ട്. ചില ആത്മാക്കൾക്ക് ജ്ഞാനാമൃതമാണ് വേണ്ടത്. മറ്റ് ആത്മാക്കൾക്ക് ശക്തി വേണം, ഗുണം വേണം. കുട്ടികളായ താങ്കളുടെ അടുത്ത് സർവ അഖണ്ഡ ഖജനാവുകളുണ്ട്. ഓരോ ആത്മാവിൻ്റെയും കാമന പൂർത്തീകരിക്കുന്നവരാണ്. ദിനം പ്രതിദിനം സമയം സമാപ്തിയുടെ സമീപം വരുന്നത് കാരണം ഇപ്പോൾ ആത്മാക്കൾ ഏതെങ്കിലും പുതിയ ആശ്രയം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആത്മാക്കളായ താങ്കൾ പുതിയ ആശ്രയം നൽകുന്നതിന് നിമിത്തമായിരിക്കുകയാണ്. ബാബ്ദാദ കുട്ടികളുടെ ഉന്മേഷവും ഉത്സാഹവും കണ്ട് സന്തുഷ്ടമാണ്. ഒരു ഭാഗത്ത് ആവശ്യകതയും മറുഭാഗത്ത് ഉന്മേഷവും ഉത്സാഹവുമാണ്. ആവശ്യമുള്ള സമയത്ത് ഒരു തുള്ളിക്ക് പോലും മഹത്വമുണ്ട്. അപ്പോൾ ഈ സമയത്ത് താങ്കളാൽ നൽകപ്പെട്ട അഞ്ജലിക്കും സന്ദേശത്തിനും മഹത്വമുണ്ട്. വർത്തമാന സമയത്ത് നിങ്ങൾ എല്ലാ കുട്ടികളുടെയും ദയാമനസ്കതയുടെയും ദാതാവിൻ്റെയും സ്വരൂപം പ്രത്യക്ഷമാകേണ്ട സമയമാണ്. ബ്രാഹ്മണ ആത്മാക്കളായ താങ്കളുടെ അനാദി സ്വരൂപത്തിലും ദാതാവിൻ്റെ സംസ്കാരം നിറഞ്ഞിരിക്കുകയാണ്. അതിനാൽ കൽപ്പവൃക്ഷത്തിൻ്റെ ചിത്രത്തിൽ താങ്കളെ വൃക്ഷത്തിൻ്റെ വേരിൽ കാണിച്ചിരിക്കുകയാണ്. കാരണം വേരിലൂടെ തന്നെയാണ് മുഴുവൻ വൃക്ഷത്തിനും എല്ലാം എത്തിച്ചേരുന്നത്. താങ്കളുടെ ആദി സ്വരൂപം ദേവതാരൂപമാണ്. അതിൻ്റെ അർത്ഥം തന്നെ ദേവ, അതായത് നൽകുന്നവൻ എന്നാണ്. താങ്കളുടെ മധ്യത്തിലെ സ്വരൂപം പൂജ്യ ചിത്രമാണ്. അപ്പോൾ മധ്യസമയത്തും പൂജ്യ രൂപത്തിൽ താങ്കൾ വരദാനം നൽകുന്നവരാണ്, ആശീർവാദങ്ങൾ നൽകുന്നവരാണ്. ആശീർവാദം നൽകുന്ന ദാതാരൂപമാണ്. അപ്പോൾ ആത്മാക്കളായ താങ്കളുടെ വിശേഷ സ്വരൂപം തന്നെ ദാതാവിൻ്റേതാണ്. ഇപ്പോഴും പരമാത്മാ സന്ദേശവാഹകരായി വിശ്വത്തിൽ ബാബയുടെ പ്രത്യക്ഷതയുടെ സന്ദേശം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ബ്രാഹ്മണ കുട്ടിയും ചെക്ക് ചെയ്യൂ. അനാദി ആദി ദാതാവിൻ്റെ സംസ്കാരം ഓരോരുത്തരുടെയും ജീവിതത്തിൽ സദാ എമർജ് രൂപത്തിൽ നിലനിൽക്കുന്നുണ്ടോ? ദാതാവിൻ്റെ സംസ്കാരമുള്ള ആത്മാക്കളുടെ അടയാളം ഇതാണ്. അവർ ഒരിക്കലും ആരെങ്കിലും നൽകിയാൽ നൽകാം, ആരെങ്കിലും ചെയ്താൽ ചെയ്യാം എന്ന് സങ്കൽപ്പിക്കുക പോലും ചെയ്യുന്നില്ല. ഇല്ല, നിരന്തരം തുറന്ന കലവറയാണ്. അപ്പോൾ ബാബ്ദാദ 4 ഭാഗത്തുമുള്ള കുട്ടികളുടെ ദാതാവിൻ്റെ സംസ്കാരം നോക്കുകയായിരുന്നു. എന്തായിരിക്കും കണ്ടത്? നമ്പർ വൈസ് തന്നെയാണല്ലോ. ഇത് ഉണ്ടാവുകയാണെങ്കിൽ ഞാനും ഇത് ചെയ്യാം എന്ന് ഒരിക്കലും സങ്കല്പിക്കരുത്. ദാതാവിൻ്റെ സംസ്കാരമുള്ളവർക്ക് എല്ലാ ഭാഗത്തു നിന്നും സഹയോഗം സ്വതവേ പ്രാപ്തമാകുന്നു. കേവലം ആത്മാക്കളിലൂടെ മാത്രമല്ല, എന്നാൽ പ്രകൃതിയും സമയമനുസരിച്ച് സഹയോഗിയായി മാറുന്നു. ഇത് സൂക്ഷ്മ കണക്കാണ്. ആരാണോ സദാ ദാതാവാകുന്നത്, ആ പുണ്യത്തിൻ്റെ ഫലമായി വേണ്ട സമയത്ത് സഹയോഗവും വേണ്ട സമയത്ത് സഫലതയും ആ ആത്മാവിന് സഹജമായി പ്രാപ്തമാകുന്നു. അതിനാൽ സദാ ദാതാവിൻ്റെ സംസ്കാരം എമർജ് രൂപത്തിൽ വയ്ക്കൂ.
പുണ്യത്തിൻ്റെ കണക്ക് ഒന്നിന് 10 ഇരട്ടി ഫലം നൽകുന്നു. അപ്പോൾ മുഴുവൻ ദിവസത്തിലും നോട്ട് ചെയ്യൂ. സങ്കല്പത്തിലൂടെ, വാക്കിലൂടെ, സംബന്ധ സമ്പർക്കത്തിലൂടെ പുണ്യ ആത്മാവായി പുണ്യത്തിൻ്റെ കണക്ക് എത്രത്തോളം ശേഖരിച്ചു. മനസ്സാ സേവനവും പുണ്യത്തിൻ്റെ കണക്കിൻ്റെ ശേഖരണം ഉണ്ടാക്കുന്നു. വാക്കുകളിലൂടെ ഏതെങ്കിലും ദുർബല ആത്മാവിനെ സന്തോഷത്തിൽ കൊണ്ടുവരുന്നത്, വിഷമിക്കുന്നവരെ മാന്യതയുടെ സ്മൃതിയിൽ കൊണ്ടുവരുന്നത്, നിരാശമായ ആത്മാവിനെ തൻ്റെ വാക്കിലൂടെ ഉന്മേഷത്തിലും ഉത്സാഹത്തിലും കൊണ്ടുവരുന്നത്, സംബന്ധ സമ്പർക്കത്തിലൂടെ ആത്മാവിനെ തൻ്റെ ശ്രേഷ്ഠ കൂട്ടുകെട്ടിൻ്റെ നിറം അനുഭവിപ്പിക്കുന്നത്, ഈ വിധിയിലൂടെ പുണ്യത്തിൻ്റെ കണക്ക് ശേഖരിക്കാൻ സാധിക്കും. ഈ ജന്മത്തിൽ ഇത്രയും പുണ്യം ശേഖരിക്കുന്നു. അതിലൂടെ പകുതി കൽപ്പം പുണ്യത്തിൻ്റെ ഫലം അനുഭവിക്കുന്നു. പകുതി കൽപ്പം താങ്കളുടെ ജഡചിത്രം പാപി ആത്മാക്കളെ വായുമണ്ഡലത്തിലൂടെ പാപങ്ങളിൽ നിന്നും മുക്തമാക്കുന്നു. പതീത പാവനിയായി മാറുന്നു. അപ്പോൾ ബാബ്ദാദ ഓരോ കുട്ടിയുടെയും ശേഖരിക്കപ്പെട്ട പുണ്യത്തിൻ്റെ കണക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. ബാബ്ദാദ വർത്തമാന സമയത്തുള്ള കുട്ടികളുടെ സേവനത്തിൻ്റെ ഉന്മേഷവും ഉത്സാഹവും കണ്ട് സന്തോഷിക്കുകയാണ്. മെജോറിറ്റി കുട്ടികളിലും സേവനത്തിൻ്റെ ഉന്മേഷം നന്നായി ഉണ്ട്. എല്ലാവരും അവരവരുടെ ഭാഗത്തു നിന്നും സേവനത്തിൻ്റെ പ്ലാൻ പ്രാക്ടിക്കലിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. ഇതിനുവേണ്ടി ബാബ്ദാദ ഹൃദയത്തിൽ നിന്നും ആശംസകൾ നൽകുകയാണ്. നന്നായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നന്നായി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. ഏറ്റവും നല്ല കാര്യം ഇതാണ്. എല്ലാവരുടെയും സങ്കല്പവും സമയവും ബിസിയായി. ഓരോരുത്തർക്കും ഈ ഒരു ലക്ഷ്യമുണ്ട്. 4 ഭാഗത്തുമുള്ള സേവനത്തിലൂടെ ഇപ്പോൾ പരാതികളെ തീർച്ചയായും അവസാനിപ്പിക്കേണ്ടതുണ്ട്. ബ്രാഹ്മണരുടെ ദൃഢസങ്കല്പത്തിൽ വളരെയധികം ശക്തിയുണ്ട്. അഥവാ ബ്രാഹ്മണൻ ദൃഢസങ്കല്പം എടുക്കുകയാണെങ്കിൽ എന്താണ് സാധ്യമല്ലാത്തത്? എല്ലാം നടക്കും. കേവലം യോഗത്തെ ജ്വാലാരൂപമാക്കൂ. യോഗം ജ്വാലാരൂപമായി മാറുകയാണെങ്കിൽ ജ്വാലയുടെ പിന്നാലെ ആത്മാക്കൾ സ്വതവേ തന്നെ വന്നു ചേരും. കാരണം ജ്വാല അഥവാ ലൈറ്റ് ലഭിക്കുമ്പോൾ അവർക്ക് വഴി കാണപ്പെടും. ഇപ്പോൾ യോഗം ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ യോഗം ജ്വാലാരൂപമാകണം. സേവനത്തിൻ്റെ ഉന്മേഷവും ഉത്സാഹവും നന്നായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ യോഗത്തിൽ ജ്വാലാരൂപം ഇപ്പോൾ അണ്ടർലൈൻ ചെയ്യണം. താങ്കളുടെ ദൃഷ്ടിയിൽ ഇങ്ങനെയുള്ള തിളക്കം വരട്ടെ. ആ ദൃഷ്ടിയിലൂടെ ഏതെങ്കിലുമൊക്കെ അനുഭൂതിയുടെ അനുഭവം ഉണ്ടാകട്ടെ. ബാബ്ദാദയ്ക്ക് ഫോറിനിലുള്ളവർ കോൾ ഓഫ് ടൈം എന്ന ഏതൊരു സേവനമാണോ ചെയ്തിരുന്നത്, അവരുടെ വിധി നന്നായി തോന്നി. ചെറിയൊരു സംഘടനയെ സമീപം കൊണ്ടുവന്നു. ഇങ്ങനെ ഓരോ സോണും ഓരോ സെൻറ്ററും പ്രത്യേകം സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ സർവ വിഭാഗങ്ങളുടെയും സംഘടനയുണ്ടാക്കും. ബാബ്ദാദ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വ്യാപിച്ചിരിക്കുന്ന സേവനം വളരെയധികമുണ്ട്. എന്നാൽ വ്യാപിച്ചിരിക്കുന്ന സേവനത്തിൽ നിന്നും കുറച്ച് സമീപം വരുന്ന യോഗ്യ ആത്മാക്കളുടെ സംഘടന തിരഞ്ഞെടുക്കൂ. സമയം പ്രതി സമയം ആ സംഘടനയെ സമീപം കൊണ്ടുവന്നുകൊണ്ടിരിക്കൂ. അവർക്ക് സേവനത്തിൻ്റെ ഉന്മേഷം വർദ്ധിപ്പിക്കൂ. ബാബ്ദാദ കാണുന്നുണ്ട്, ഇങ്ങനെയുള്ള ആത്മാക്കളുണ്ട്. പക്ഷേ ഇപ്പോൾ ആ പവർഫുൾ പാലന സംഘടിത രൂപത്തിൽ ലഭിക്കുന്നില്ല. പ്രത്യേകം യഥാശക്തി പാലന ലഭിച്ചുകൊണ്ടിരിക്കുന്നു. സംഘടനയിൽ പരസ്പരം കാണുമ്പോഴും ഉന്മേഷം വരുന്നു. ഇവർക്ക് ഇത് ചെയ്യാൻ സാധിക്കും, എനിക്കും ചെയ്യാൻ സാധിക്കും, ഞാനും ചെയ്യും. അപ്പോൾ ഉന്മേഷം വരുന്നു.
ബാബ്ദാദ ഇപ്പോൾ സേവനത്തിൻ്റെ പ്രത്യക്ഷ സംഘടിത രൂപം കാണുവാൻ ആഗ്രഹിക്കുന്നു. നന്നായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും തങ്ങളുടെ വിഭാഗത്തിൻ്റെ, ഏരിയയുടെ, സോണിൻ്റെ, സെൻറ്ററിൻ്റേത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാബ്ദാദ സന്തോഷിക്കുന്നു. ഇപ്പോൾ അല്പം മുന്നിലേക്ക് കൊണ്ടുവരൂ. പ്രവൃത്തി മാർഗത്തിലുള്ളവരുടെയും ഉന്മേഷം ബാബ്ദാദയുടെ അടുക്കൽ എത്തിച്ചേരുന്നു. ഡബിൾ ഫോറിനേഴ്സിൻ്റെയും ഡബിൾ കാര്യത്തിലിരുന്നുകൊണ്ട് സേവനത്തിലും സ്വയം തൻ്റെ പുരുഷാർത്ഥത്തിലും നല്ല ഉന്മേഷമുണ്ട്. അത് കാണുമ്പോഴും ബാബ്ദാദ സന്തുഷ്ടമാണ്. ബ്രാഹ്മണ ആത്മാക്കൾ വിദേശത്തെ വർത്തമാനത്തെ വായുമണ്ഡലം കണ്ട് ഭയപ്പെടുന്നില്ലല്ലോ. നാളെ എന്ത് സംഭവിക്കും, നാളെ എന്ത് സംഭവിക്കും, ഇത് ചിന്തിക്കുന്നില്ലല്ലോ. നാളെ നല്ലത് സംഭവിക്കും. നല്ലതാണ്, നല്ലത് തന്നെ സംഭവിക്കുകയും വേണം. എത്രത്തോളം ലോകത്തിൽ ചഞ്ചലത ഉണ്ടാകുമോ അത്രയും തന്നെ ബ്രാഹ്മണ ആത്മാക്കളായ താങ്കളുടെ സ്റ്റേജ് അചഞ്ചലമാകും. ഇങ്ങനെയാണോ? ഡബിൾ വിദേശി ചഞ്ചലമാണോ അതോ അചഞ്ചലമാണോ? അചഞ്ചലമാണോ? ചഞ്ചലതയിൽ വരുന്നില്ലല്ലോ. ആരാണോ അചഞ്ചലം അവർ കൈ ഉയർത്തൂ. അചഞ്ചലമാണോ? നാളെ എന്തെങ്കിലും സംഭവിച്ചാലോ? എങ്കിലും അചഞ്ചലമാണല്ലോ. എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. ബ്രാഹ്മണരായ താങ്കളുടെ മേൽ പരമാത്മാ ഛത്രഛായയുണ്ട്. ഏതുപോലെ വാട്ടർ പ്രൂഫ് ഉണ്ടെങ്കിൽ എത്ര തന്നെ വാട്ടർ ഉണ്ടായിരുന്നാലും വാട്ടർ പ്രൂഫിലൂടെ വാട്ടർ പ്രൂഫാകുന്നു. അതേപോലെ തന്നെ എത്ര തന്നെ ചഞ്ചലത ഉണ്ടായാലും ബ്രാഹ്മണ ആത്മാക്കൾ പരമാത്മാ ഛത്രഛായയുടെ ഉള്ളിൽ സദാ പ്രൂഫാണ്. നിശ്ചിന്ത ചക്രവർത്തിയാണല്ലോ. അതോ എന്ത് സംഭവിക്കും എന്ന് കുറച്ചൊക്കെ ചിന്തയുണ്ടോ? ഇല്ല, നിശ്ചിന്തം. സ്വരാജ്യ അധികാരിയായി, നിശ്ചിന്ത ചക്രവർത്തിയായി, അചഞ്ചലവും ആടാത്തതുമായ സീറ്റിൽ സെറ്റായിരിക്കും. സീറ്റിൽ നിന്നും താഴെ ഇറങ്ങരുത്. അപ്സെറ്റ് ആവുക എന്നാൽ സീറ്റിൽ സെറ്റല്ല, അപ്പോൾ അപ്സെറ്റാണ്. സീറ്റിൽ ആരാണോ സെറ്റായിരിക്കുന്നത് അവർ സ്വപ്നത്തിൽ പോലും അപ്സെറ്റ് ആവുക സാധ്യമല്ല. മാതാക്കൾ എന്ത് മനസ്സിലാക്കുന്നു? സീറ്റിൽ സെറ്റാകുവാനും ഇരിക്കുവാനും അറിയാമോ? ചഞ്ചലത ഉണ്ടാകുന്നില്ലല്ലോ. ബാബ്ദാദ കമ്പൈൻഡാണ്. എപ്പോഴാണോ സർവശക്തിവാൻ താങ്കളുമായി കമ്പൈൻഡ് ആയിരിക്കുന്നത് അപ്പോൾ താങ്കൾക്ക് എന്ത് ഭയമാണുള്ളത്? ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ ചഞ്ചലതയിൽ വരും. കമ്പൈൻഡ് ആയിരിക്കുമെങ്കിൽ എത്ര തന്നെ ചഞ്ചലത ഉണ്ടായാലും താങ്കൾ അചഞ്ചലമായിരിക്കും. ശരിയാണല്ലോ മാതാക്കളെ, ശരിയാണല്ലോ. കമ്പൈൻഡ് ആണല്ലോ, ഒറ്റയ്ക്കല്ലല്ലോ. ബാബയുടെ ഉത്തരവാദിത്വമാണ്. അഥവാ താങ്കൾ സീറ്റിൽ സെറ്റാണെങ്കിൽ ബാബയുടെ ഉത്തരവാദിത്വമാണ്. അപ്സെറ്റാണെങ്കിൽ താങ്കളുടെ ഉത്തരവാദിത്വമാണ്. ആത്മാക്കൾക്ക് സന്ദേശത്തിലൂടെ അഞ്ജലി നൽകിക്കൊണ്ടിരിക്കുമെങ്കിൽ ദാതാവിൻ്റെ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യും. അപ്പോൾ ദാതാവാകുന്നതിൻ്റെ പുണ്യത്തിൻ്റെ ഫലമായി ശക്തി ലഭിച്ചുകൊണ്ടിരിക്കും. നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും സ്വയം ആത്മാവ് ചെയ്യിക്കുന്നവനാണ്. ഈ കർമ്മേന്ദ്രിയങ്ങൾ ചെയ്യുന്ന കർമ്മചാരിയാണ്. ഈ ആത്മാവിൻ്റെ സ്മൃതിയുടെ അനുഭവം സദാ എമർജി രൂപത്തിൽ ഉണ്ടായിരിക്കട്ടെ. ഞാൻ ആത്മാവ് തന്നെയാണ് എന്നത് പോരാ. അങ്ങനെയല്ല, സ്മൃതിയിൽ എമർജ് ആകണം. മെർജ് രൂപത്തിൽ ഇരിക്കുന്നു. എന്നാൽ എമർജ് രൂപത്തിൽ ഇരിക്കുന്നതിലൂടെ ആ ലഹരിയും സന്തോഷവും കൺട്രോളിംഗ് പവറും നിലനിൽക്കുന്നു. രസവും വരുന്നു. എന്തുകൊണ്ട്? സാക്ഷിയായി കർമ്മം ചെയ്യിക്കുന്നു. അപ്പോൾ വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യൂ. ചെയ്യിക്കുന്നവനായി കർമ്മം ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണോ?
ഏതുപോലെ രാജാവ് തൻ്റെ കർമ്മചാരികളെ ഓർഡറിൽ വയ്ക്കുന്നു, ഓർഡറിലൂടെ ചെയ്യിക്കുന്നു. ഇപ്രകാരം ആത്മാവ് ചെയ്യിക്കുന്നവനാണ് എന്ന സ്വരൂപത്തിൻ്റെ സ്മൃതി ഉണ്ടായിരിക്കുകയാണെങ്കിൽ സർവ കർമ്മേന്ദ്രിയങ്ങളും ഓർഡറിൽ ഇരിക്കും. മായയുടെ ഓർഡറിൽ ഇരിക്കുകയില്ല, താങ്കളുടെ ഓർഡറിൽ ഇരിക്കും. ഇല്ലെങ്കിൽ പിന്നെ ചെയ്യിക്കുന്നവനായ ആത്മാവ് അലക്ഷ്യമായിരിക്കുകയാണ് എന്ന് മായ കാണുമ്പോൾ മായ ഓർഡർ ചെയ്യാൻ തുടങ്ങും. ചിലപ്പോൾ സങ്കല്പശക്തി, ചിലപ്പോൾ വായുടെ ശക്തി മായയുടെ ഓർഡറിൽ നടക്കുന്നു. അതിനാൽ സദാ ഓരോ കർമ്മേന്ദ്രിയങ്ങളെയും തൻ്റെ ഓർഡറിൽ നടത്തിക്കൂ. ആഗ്രഹിച്ചിരുന്നില്ല, പക്ഷേ സംഭവിച്ചു പോയി എന്ന് പറയുകയില്ല. എന്താഗ്രഹിക്കുന്നുവോ അത് തന്നെ നടക്കും. ഇപ്പോൾ മുതൽ രാജ്യ അധികാരി ആകുന്നതിൻ്റെ സംസ്കാരം നിറയ്ക്കുമ്പോൾ തന്നെയാണ് അവിടെയും രാജ്യം നടത്തിക്കുന്നത്. സ്വരാജ്യ അധികാരിയുടെ സീറ്റിൽ നിന്നും ഒരിക്കലും താഴേക്ക് വരാതിരിക്കൂ. അഥവാ കർമ്മേന്ദ്രിയങ്ങൾ ഓർഡറിലായിരിക്കുകയാണെങ്കിൽ ഓരോ ശക്തിയും താങ്കളുടെ ഓർഡറിലിരിക്കും. ഏത് സമയത്ത് ഏത് ശക്തിയുടെ ആവശ്യമുണ്ടോ ആ സമയത്ത് ഹാജരാകും. കാര്യം പൂർത്തിയാകുമ്പോൾ താങ്കൾ സഹനശക്തി വരൂ എന്ന് ഓർഡർ ചെയ്യുകയും കാര്യം പൂർത്തിയായ ശേഷം വരികയും ചെയ്യുക എന്നാകരുത്. ഓരോ ശക്തിയും താങ്കളുടെ ഓർഡർ അനുസരിച്ച് ഹാജരാകും. കാരണം ഈ ഓരോ ശക്തിയും പരമാത്മാവിൻ്റെ ദാനമാണ്. അപ്പോൾ പരമാത്മാവിൻ്റെ ദാനം താങ്കളുടെ വസ്തുവായി. സ്വന്തം വസ്തുവിനെ എങ്ങനെയും യൂസ് ചെയ്യാം, എപ്പോഴും യൂസ് ചെയ്യാം. അതുപോലെ ഈ സർവശക്തികളും താങ്കളുടെ ഓർഡറിലിരിക്കും. സർവ കർമ്മേന്ദ്രിയങ്ങളും താങ്കളുടെ ഓർഡറിൽ ഇരിക്കും. ഇതിനെയാണ് സ്വരാജ്യാധികാരി, മാസ്റ്റർ, സർവശക്തിവാൻ എന്ന് പറയുന്നത്. പാണ്ഡവർ ഇങ്ങനെയാണോ? മാസ്റ്റർ സർവശക്തിവാനുമാണ്, സ്വരാജ്യ അധികാരിയുമാണ്. വായിൽ നിന്നും വന്നുപോയി എന്ന് പറയരുത്. വരാൻ തക്കവണ്ണം ആരാണ് ഓർഡർ നൽകിയത്? കാണാൻ ആഗ്രഹിച്ചിരുന്നില്ല, കണ്ടു. ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ല, ചെയ്തു. ഇത് ആരുടെ ഓർഡർ അനുസരിച്ചാണ് നടക്കുന്നത്? ഇതിനെ അധികാരി എന്ന് പറയുമോ അതോ അധീനമെന്ന് പറയുമോ? അപ്പോൾ അധികാരിയാകൂ, അധീനമല്ല. ശരി, ബാബ്ദാദ പറയുന്നു, ഏതുപോലെ ഇപ്പോൾ മധുബനിൽ എല്ലാവരും വളരെ വളരെ സന്തുഷ്ടമാണ്. ഇതേപോലെ തന്നെ സദാ സന്തുഷ്ടവും സമൃദ്ധവുമായിരിക്കണം. ആത്മീയ റോസാപുഷ്പമാണ്. നോക്കൂ, 4 ഭാഗത്തും നോക്കൂ. എല്ലാ ആത്മീയ റോസാപുഷ്പങ്ങളും വിടർന്ന റോസാപുഷ്പമാണ്, വാടിയതല്ല. വിടർന്ന റോസാപുഷ്പമാണ്. അപ്പോൾ സദാ ഇതേപോലെ തന്നെ ഭാഗ്യശാലികളും പ്രസന്ന മുഖത്തോടെയും ഇരിക്കണം. ആരെങ്കിലും താങ്കളുടെ മുഖം കാണുമ്പോൾ പരസ്പരം ചോദിക്കണം, താങ്കൾക്ക് എന്താണ് ലഭിച്ചത്? വളരെ സന്തുഷ്ടമാണ്. ഓരോരുത്തരുടെ മുഖം ബാബയുടെ പരിചയം നൽകണം. ഏതുപോലെ ചിത്രം പരിചയം നൽകുന്നു, അതേപോലെ താങ്കളുടെ മുഖം ബാബയുടെ പരിചയം നൽകണം. അതായത് ബാബയെ ലഭിച്ചു എന്ന്. ശരി, എല്ലാവരും ഓക്കെയാണോ? വിദേശത്തുള്ളവരും എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടം നല്ലതായി തോന്നുന്നുവല്ലോ. ന്യൂയോർക്കിലെ മോഹിനി ബഹനോട്. ശരി, കോലാഹലങ്ങൾ കേൾക്കുന്നതിൽ നിന്നും രക്ഷപ്പെട്ടു. നല്ലതാണ് ചെയ്തത്. എല്ലാവരും ഒരുമിച്ച് എത്തിച്ചേർന്നു. വളരെ നല്ലതാണ് ചെയ്തത്. ശരി, ഡബിൾ ഫോറിനേഴ്സിന് ഡബിൾ ലഹരി ഉണ്ടല്ലോ. പറയൂ, ഇത്രമാത്രം ലഹരിയുണ്ട്. അത് കാരണം ഹൃദയം പറയുന്നു, നമ്മൾ ഡബിൾ വിദേശികളാണെങ്കിൽ ഡബിൾ ലഹരിയുണ്ട്. സ്വരാജ്യ അധികാരി വിശ്വ അധികാരിയാണ്. ഡബിൾ ലഹരി ഉണ്ടല്ലോ. ബാബ്ദാദയ്ക്കും നല്ലതായി തോന്നുന്നു. അഥവാ ഏതെങ്കിലും ഗ്രൂപ്പിൽ ഡബിൾ വിദേശികൾ ഉണ്ടായിരിക്കുന്നില്ല എങ്കിൽ നല്ലതായി തോന്നുന്നില്ല. വിശ്വത്തിൻ്റെ പിതാവാണല്ലോ. അപ്പോൾ വിശ്വം വേണമല്ലോ, എല്ലാവരും വേണം.
മാതാക്കളില്ലെങ്കിലും ശോഭയില്ല, പാണ്ഡവരില്ലെങ്കിലും ശോഭ കുറയുന്നു. നോക്കൂ, ഏത് സെൻറ്ററിൽ പാണ്ഡവരാരും ഇല്ലാതിരിക്കുകയും മാതാക്കൾ മാത്രമാണ് ഉണ്ടായിരിക്കുകയും ചെയ്യുന്നതെങ്കിൽ നല്ലതായി തോന്നുകയില്ല. പാണ്ഡവർ മാത്രമുണ്ടായിരിക്കുകയും ശക്തികൾ ഇല്ലാതിരിക്കുകയുമെങ്കിൽ സേവാ കേന്ദ്രത്തിന് അലങ്കാരമുള്ളതായി തോന്നില്ല. രണ്ടുപേരും വേണം, കുട്ടികളും ആവശ്യമാണ്. കുട്ടികൾ പറയുന്നു, നമ്മുടെ പേര് എന്തുകൊണ്ട് പറഞ്ഞില്ല? കുട്ടികളുടെയും ശോഭയുണ്ട്. ശരി, ഇപ്പോൾ ഒരു സെക്കൻഡിൽ നിരാകാരി ആത്മാവായി നിരാകാരമായ ബാബയുടെ ഓർമ്മയിൽ ലവ്ലീനാകൂ. ഡ്രിൽ ചെയ്യിച്ചു. 4 ഭാഗത്തുമുള്ള സർവ സ്വരാജ്യ അധികാരിയും സദാ സാക്ഷ്യസ്ഥിതിയുടെ സീറ്റിൽ സെറ്റായിരിക്കുകയും ചെയ്യുന്ന അചഞ്ചലവും ആടാത്തതുമായ ആത്മാക്കൾക്ക് സദാ ദാതാവിൻ്റെ സ്മൃതിയിലൂടെ സർവർക്കും ജ്ഞാനവും ശക്തിയും ഗുണവും നൽകുന്ന ദയാഹൃദയരായ ആത്മാക്കൾക്ക് സദാ തൻ്റെ മുഖത്തിലൂടെ ബാബയുടെ ചിത്രം കാണിച്ചു കൊടുക്കുന്ന ശ്രേഷ്ഠ ആത്മാക്കൾക്ക് സദാ ഭാഗ്യവാന്മാരായ പ്രസന്നമായിരിക്കുന്ന ആത്മീയ റോസാപുഷ്പങ്ങൾക്ക്, ആത്മീയ റോസാപുഷ്പങ്ങളായ കുട്ടികൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. നമസ്തേ. ദാദിമാരോട് സേവനത്തോടൊപ്പം എല്ലാ ഭാഗത്തും 108 മണിക്കൂർ യോഗത്തിൻ്റെയും നല്ല പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ യോഗ ജ്വാലയിലൂടെ തന്നെയാണ് വിനാശ ജ്വാല ഫോഴ്സിൽ വരുന്നത്. ഇപ്പോൾ നോക്കൂ, പ്രോഗ്രാം ഉണ്ടാക്കുന്നു, പിന്നെ ചിന്തിക്കാൻ തുടങ്ങുന്നു. യോഗത്തിലൂടെ വികർമ്മം വിനാശമാകും, പാപകർമ്മത്തിൻ്റെ ഭാരം ഭസ്മമാകും. സേവനത്തിലൂടെ പുണ്യത്തിൻ്റെ കണക്ക് ശേഖരിക്കപ്പെടും. അപ്പോൾ പുണ്യത്തിൻ്റെ കണക്ക് ശേഖരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മുൻപുള്ള ഏതെല്ലാം സംസ്കാരത്തിൻ്റെ ഭാരമുണ്ടോ അത് യോഗജ്വാലയിലൂടെയാണ് ഭസ്മമാകുന്നത്, സാധാരണ യോഗത്തിലൂടെയല്ല. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ യോഗം ചെയ്യുന്നു, എന്നാൽ പാപം ഭസ്മമാകുന്ന ജ്വാലാരൂപം ഇല്ല. അതിനാൽ അല്പസമയത്തേക്ക് ഇല്ലാതാകുന്നു, വീണ്ടും പുറത്തേക്ക് വരുന്നു. അതിനാൽ രാവണനെ നോക്കൂ, കൊല്ലുന്നു, കത്തിക്കുന്നു, പിന്നെ എല്ലുകളും ജലത്തിലിടുന്നു. തീർത്തും ഭസ്മമാകണം. മുൻപുള്ള സംസ്കാരം, ദുർബല സംസ്കാരം തീർത്തും ഭസ്മമാകണം. ഭസ്മമായിട്ടില്ല, മരിക്കുന്നു, പക്ഷേ ഭസ്മമാകുന്നില്ല. മരിച്ചതിന് ശേഷം വീണ്ടും ജീവിക്കുന്നു. സംസ്കാര പരിവർത്തനത്തിലൂടെ ലോക പരിവർത്തനമുണ്ടാകും. ഇപ്പോൾ സംസ്കാരങ്ങളുടെ ലീല നടന്നുകൊണ്ടിരിക്കുന്നു. സംസ്കാരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എമർജാകുന്നുവല്ലോ. പേരോ അടയാളമോ ഇല്ലാതാകണം. സംസ്കാര പരിവർത്തനം, ഇതാണ് വിശേഷിച്ച് അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യം. സംസ്കാര പരിവർത്തനം ഇല്ലെങ്കിൽ വ്യർത്ഥ സങ്കല്പവുമുണ്ട്, വ്യർത്ഥ സമയവുമുണ്ട്, വ്യർത്ഥ നഷ്ടവുമുണ്ട്. ഉണ്ടാവുക തന്നെ വേണം. സംസ്കാരങ്ങളുടെ യോജിപ്പിൻ്റെ മഹാരാസ് പാടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നൃത്തം നടക്കുന്നു, മഹാനൃത്തം ഉണ്ടായിട്ടില്ല. മുൻപിലുള്ളവർ ചോദിച്ചു, മഹാരാസ് എന്തുകൊണ്ട് നടക്കുന്നില്ല? അണ്ടർലൈൻ ചെയ്തിട്ടില്ല, ദൃഢതയില്ല. ഭിന്ന ഭിന്ന പ്രകാരത്തിലുള്ള അലക്ഷ്യമുണ്ട്. ശരി, വരദാനം. കർമ്മയോഗിയായി ഓരോ സങ്കല്പവും വാക്കും കർമ്മവും ശ്രേഷ്ഠമാക്കുന്ന നിരന്തര യോഗിയായി ഭവിക്കട്ടെ. കർമ്മയോഗിയായ ആത്മാവിൻ്റെ ഓരോ കർമ്മവും യോഗയുക്തവും യുക്തിയുക്തവുമായിരിക്കും. അഥവാ ഏതെങ്കിലും കർമ്മം യുക്തിയുക്തമല്ലെങ്കിൽ മനസ്സിലാക്കൂ, യോഗയുക്തം അല്ല. അഥവാ സാധാരണമോ വ്യർത്ഥമോ ആയ കർമ്മം ഉണ്ടാകുന്നുവെങ്കിൽ നിരന്തര യോഗി എന്ന് പറയില്ല. കർമ്മയോഗി എന്നാൽ ഓരോ സെക്കൻഡും, ഓരോ സങ്കല്പവും, ഓരോ വാക്കും സദാ ശ്രേഷ്ഠമായിരിക്കണം. ശ്രേഷ്ഠ കർമ്മത്തിൻ്റെ അടയാളമാണ് സ്വയവും സന്തുഷ്ടം, മറ്റുള്ളവരും സന്തുഷ്ടം. ഇങ്ങനെയുള്ള ആത്മാവ് തന്നെയാണ് നിരന്തര യോഗി ആകുന്നത്.
സ്ലോഗൻ: സ്വയം പ്രിയവും ലോകപ്രിയവും പ്രഭുപ്രിയവുമായ ആത്മാവ് തന്നെയാണ് വരദാനി മൂർത്തി. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. അന്തിമ പരീക്ഷയിൽ ആര് പാസ് വിത്ത് ഓണർ അഥവാ വിജയിയാകും എന്നതിൻ്റെ രഹസ്യം മുൻകൂട്ടി തന്നെ ബാബ കേൾപ്പിച്ചിട്ടുണ്ട്. അന്തിമ പരീക്ഷ 1 സെക്കൻഡിൻ്റേതായിരിക്കും. ആ 1 സെക്കൻഡിൻ്റെ പരീക്ഷയിൽ ആര് ചഞ്ചലമാകാതിരിക്കുന്നുവോ അവരാണ് പാസ് വിത്ത് ഓണർ അഥവാ വിജയി ആകുന്നത്. ഈ 1 സെക്കൻഡിൻ്റെ പരീക്ഷയിൽ വിജയി ആകുന്നതിന് വേണ്ടി ബാബ മുഖ്യമായി 2 കാര്യങ്ങൾ കേൾപ്പിച്ചിട്ടുണ്ട്. 1, 1 സെക്കൻഡിൻ്റെ അഭ്യാസം. 2, സ്ഥിതിയിൽ സ്ഥിരമാകുന്നതിനുള്ള കൺട്രോളിംഗ് പവർ. അല്പസമയം ഇവ രണ്ടും അഭ്യസിക്കാം. ഒരു സെക്കൻഡിൽ ഞാൻ ആത്മാവ് സാകാര ദേഹത്തിൽ നിന്നും മാറി അവ്യക്ത ലോകത്ത് അവ്യക്ത സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഡബിൾ ലൈറ്റ് സ്ഥിതിയിൽ ഞാൻ സ്ഥിരമായി ഇരിക്കുന്നു. ഒരു സെക്കൻഡിൽ ഞാൻ സാകാര ശരീരത്തിലേക്ക് മടങ്ങി വരുന്നു. എൻ്റെ ബാബ എന്ന സങ്കല്പത്തിലൂടെ 1 സെക്കൻഡിൽ ഞാൻ പരംധാമത്തിൽ ബാബയുടെ സ്മൃതി സ്വരൂപമായി മാറുന്നു. സുഖത്തിൻ്റെയും ശാന്തിയുടെയും ഊഞ്ഞാലിലാടുന്നു. ഈ സ്ഥിതിയിൽ സ്ഥിരമാകുന്നു. വീണ്ടും 1 സെക്കൻഡിൽ ഡബിൾ ലൈറ്റ് ഫരിഷ്തയായി അവ്യക്ത ലോകത്തിൽ സ്ഥിതി ചെയ്യുന്നു. ലൈറ്റ് ഹൗസ് മൈറ്റ് ഹൗസ് സ്വരൂപത്തിൽ ഏകാഗ്രമാകുന്നു. വീണ്ടും 1 സെക്കൻഡിൽ മാസ്റ്റർ സർവശക്തിവാനായി സാക്ഷി അവസ്ഥയിൽ സാകാരദേഹത്തിൽ മടങ്ങി വരുന്നു.